പോലീസുകാരെ ആക്രമിച്ചുവെന്ന കേസിൽ എസ്എഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന NV വൈശാഖൻ ഉൾപ്പെടെ 6 പേർ കുറ്റവിമുക്തർ. വടക്കാഞ്ചേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരെ വെറുതെ വിട്ടത്. കോടതി വിധി ഞങ്ങൾ ചെയ്ത സമരം ശരിയാണെന്ന് അംഗീകരിക്കുന്ന തരത്തിൽ നിരപരാധികളാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് അന്നത്തെ ഭരണക്കാർക്ക് വേണ്ടി ചേലക്കര SI ആയിരുന്ന മഹേന്ദ്രസിംഹൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ ചുമത്തിക്കൊണ്ടാണ് ഞങ്ങളെ ജയിലിലടക്കുകയും ക്രൂരമായി ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പെൻഷൻ പ്രായം വർധനയ്ക്കെതിരായി കൊണ്ട് നടന്ന ഐതിഹാസികമായ കേരളത്തിലെ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രസ്തുത കേസിൽ ഞാനും ഗിരിലാലും രമേഷും പിന്നെ സുമേഷും അരുണും ബാദുഷായും ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകർ ഈ പ്രസ്തുത കേസിൽ പ്രതി ചേർക്കപ്പെടുന്നതും അതിനെ തുടർന്ന് ജയിലിലടയ്ക്കപ്പെടുന്നതും ചെയ്തത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിനകത്ത് പിന്നെ കേസ് വിട്ടുപോകാൻ വേണ്ടി ഈ കേസിൽ അപ്പിയർ ചെയ്തത് MU കുര്യാക്കോസ്, അഡ്വക്കേറ്റ് MU കുര്യാക്കോസ്, അഡ്വക്കേറ്റ് പ്രജിത് കുമാർ, അനൂർ റമീസ് തുടങ്ങിയ അഭിഭാഷകരാണ് ഈ കേസിനകത്ത് അപ്പിയർ ചെയ്തത്. വളരെ ഭംഗിയായി ഞങ്ങളുടെ ഭാഗം പറയുകയും ഈ ഞങ്ങളുടെ ഭാഗത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വടക്കാഞ്ചേരി ഈ കേസിൽ വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിധി വളരെ സന്തോഷകരമാണ്. ഇനിയും തുടർന്നുള്ള സമര പോരാട്ടങ്ങൾക്ക് ആവേശം നൽകുന്നതാണ്. 2013 ജനുവരി 11-ാം തീയതി സംസ്ഥാന വ്യാപകമായ അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തിനിടെ ചേലക്കര പോളിടെക്നിക്കിലുണ്ടായ സംഘർഷത്തിൽ പോലീസുകാരെ ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഇത് 2013 ജനുവരി മാസം 11-ാം തീയതി സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചേലക്കര പോളിടെക്നിക്കിൽ സമര സംഘടനാ പ്രവർത്തനത്തിനെത്തിയ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന NV വൈശാഖൻ, ജില്ലാ പ്രസിഡന്റായിരുന്ന ഗിരിലാൽ, SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുമേഷ്, ബാദുഷ, മുരളി, അരുൺ തുടങ്ങിയ SFI പ്രവർത്തകർ പോളിടെക്നിക്കിലെത്തുകയും അവിടെ വെച്ച് മഹേന്ദ്രസിംഹനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണം. SI അടക്കമുള്ള 5 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു, ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പിന്നീട് ഒരു സർക്കുലർ വഴി ഈ കേസ് പിൻവലിച്ചെങ്കിലും പരാതിക്കാരനായ SIയുടെ ആവശ്യപ്രകാരം കേസ് വിചാരണ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ വിചാരണ നടത്തിയാണ് ഇത്രയധികം സാക്ഷികളെ കോടതി വിസ്തരിച്ചു. ഈ പറഞ്ഞ ആളുകൾ, SFIയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്തി അവരെ നിരുപാധികം വെറുതെ വിട്ടത്. അന്ന് ആ വിഷയം സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ പിടിച്ചുപറ്റിയ വിഷയമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വൈശാഖനും മറ്റ് SFI പ്രവർത്തകർക്കൊക്കെ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയരായിരുന്നു. അതൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വിഷയമാണ്. കോടതി വിധിയിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്.